മുഹറം മാസം കുറച്ച് സ്പെഷ്യലായിട്ടുള്ള മാസമാണ്. 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നാളെ 10ാമത്തെ ദിവസമാണ്. അന്നത്തെ ദിവസം ഞങ്ങളൊരു പായസം തയ്യാറാക്കും. 5 5 ചേർന്ന പായസം ഒന്നാട്ടാ ഇതിന് പറയാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഈ ധാന്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പുഴുങ്ങലരിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 5 വിസിലിന് കുക്കാക്കി എടുക്കാം. അത് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 വിസിലിന് പെർഫെക്റ്റ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഈ അരിയും ധാന്യങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ഒരു ഐറ്റം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ 1 തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിരകി വെച്ച 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ശർക്കര പാനി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ശർക്കര പാനി അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ശർക്കര പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന ടൈമിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം വറ്റിക്കാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ ഇത് ചൂടാറുന്ന ടൈമിന് നല്ലതുപോലെ ഒന്ന് വറ്റി വരും കേട്ടോ. പിന്നെ ഇതാ വേറൊരു പാനിലേക്ക് മിൽമൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടാവേ. അതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് കിസ്മിസും ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. കിസ്മിസ് ഇവിടെ ആയിരിക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ പായസത്തിൽ കടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കണം. അതോടെ കഴിഞ്ഞാൽ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പായസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ പായസം വെക്കാറുണ്ടോ, എന്ത് പായസം വെക്കാറ് എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ പായസത്തിൻ്റെ ബാക്കിൽ കുറച്ച് സ്റ്റോറീസും എൻ്റെ ഉമ്മാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ കുറേ കഥകളുണ്ടോ എന്നും കൂടി അറിയിക്കാം. ബൈ.